നമസ്കാരം. പണ്ട് നമ്മുടെ ഒരു തിയേറ്ററിൽ ഒരു സിനിമ ഇങ്ങനെ നടന്നു വരികയാണ്. അവിടെ ഇരുട്ടാണല്ലോ, സിനിമ നടന്ന് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ബഹളം. മുൻ സീറ്റിൽ നിന്ന് ഒരു മനുഷ്യൻ ഭയങ്കരമായിട്ട് ചീത്ത വിളിയും ഭയങ്കര ബഹളം വെക്കും. അപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ട് തിയേറ്ററിൻ്റെ സെക്യൂരിറ്റി ഓടി വന്ന് ലൈറ്റ് ഇട്ടു. നോക്കിയപ്പോഴത്തേക്ക് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ നന്നായിട്ട് ചീത്ത വിളിക്കുകയും അടിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്യുന്നു. അയാളുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിമോട്ട് വേണം, റിമോട്ട് കൺട്രോൾ എന്തിയടി എന്നും പറഞ്ഞിട്ട് ബഹളം വയ്ക്കുകയാണ്. അപ്പോൾ സത്യത്തിൽ അയാൾക്ക് ആ സിനിമ കണ്ട് വരുന്ന വേളയിൽ ഒന്ന് മയങ്ങിപ്പോയി. അപ്പോൾ പിന്നീടാണ് സംഗതി മനസ്സിലായത്. ഇയാൾ വീട്ടിൽ VCR, അന്നത്തെ കാലത്ത് VCR, VCP, വീഡിയോ കാസറ്റ് പ്ലെയർ അല്ലെ വീഡിയോ കാസറ്റ് റെക്കോർഡർ ഉള്ള കാലഘട്ടം. അപ്പോൾ ഇയാൾക്ക് ഇഷ്ടമല്ലാത്ത സിനിമ പാട്ടും ഇഷ്ടമില്ലാത്ത സീനൊക്കെ ഫോർവേഡ് ചെയ്യും റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഇയാൾ ഈ സിനിമ കണ്ടു വന്നപ്പോൾ മയങ്ങിപ്പോയി. വീട്ടിലാണെന്ന വിചാരത്തിൽ ഇയാൾ ഭാര്യയോട് റിമോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ മറന്നിരിക്കുകയായിരുന്നു അയാൾ തിയേറ്ററിൻ്റെ അകത്താണ് എന്നത്. അപ്പോൾ ഇതൊരു കൗതുകകരമായ ഒരു റിയലി നടന്ന സംഭവമാണ്. ഇപ്പോഴല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഒരു തിയേറ്ററിൽ നടന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇതിനെ ഓപ്പറാൻഡ് കണ്ടീഷനിങ് എന്നാണ് സൈക്കോളജിയിൽ പറയുക. ഇവാൻ പവ്ലോ എന്ന് പറയുന്ന ഒരു വലിയ സൈക്കോളജിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു പഠനത്തിൽ അദ്ദേഹത്തിൻ്റെ പട്ടിക്ക് നിത്യേന ഭക്ഷണം കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഒരു മണി അടിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസം മണിയടിയും ഭക്ഷണവും. തുടർന്ന് വെറുതെ മണി അടിച്ചാൽ തന്നെയും ഈ പട്ടിയുടെ നാക്കിൽ നിന്നും സലീവ ഉണ്ടാകുന്ന ഒരവസ്ഥ, കൊതിയുണ്ട്. കാരണം ഭക്ഷണം കൊടുത്തില്ലെങ്കിലും മണി അടിക്കുമ്പോൾ സലീവ ഉണ്ടാകുന്ന, ഉമിനീരുണ്ടാകുന്ന ഒരവസ്ഥ പട്ടിക്ക് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഓപ്പറാൻഡ് കണ്ടീഷനിങ് അപ്പോൾ നമുക്ക് എന്തും കണ്ടീഷൻ ചെയ്യാം. അപ്പോൾ കുഞ്ഞുനാൾ മുതലേ ഉള്ള, ഇപ്പോൾ ചൊട്ടയിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്നതുപോലെയാണ് ഓരോ ശീലങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ശീലിക്കുന്നു എന്നത് പ്രാധാന്യമർഹിക്കുന്നു. ഇല്ലെങ്കിൽ ഈ തിയേറ്ററിലെ ബഹളം വെച്ച അയാളെ ആ സമയത്ത് തിയേറ്ററിൽ മറ്റ് സിനിമ കണ്ടിരുന്നവർ പുറത്തിറങ്ങി അയാൾക്ക് അടി കൊടുത്തു. എവിടെയാണെന്നുള്ള സ്ഥലകാല ബോധം വേണം എന്ന രീതിക്ക് അയാൾ ലജ്ജിതനാവുകയും ചെയ്തു. നന്ദി.